ശ്രീമൻ നാരായണീയം മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിൻ്റെ വാതരോഗം വന്നപ്പോൾ വാതരോഗ ശമനത്തിന് വേണ്ടി എഴുതിയെങ്കിലും എല്ലാവരുടെയും ആയുരാരോഗ്യ സൗഖ്യത്തിനും എല്ലാവരും ആ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനും വേണ്ടി ഗുരുവായൂരിൽ കുടികൊള്ളുന്ന ശ്രീ ഗുരുവായൂരപ്പൻ്റെ നാരായണീയം 100 ദശകങ്ങളിൽ കൂടി എഴുതിയ ദശകം 1-ലെ 4-ാമത്തെ ശ്ലോകം. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ കസ്മാനോ നിഷ്കലസ്ത്വം സകലൈതി വജത്വത് കലാസ്വേവ ഭൂമൻ. ഇതിൻ്റെ വ്യാഖ്യാനം നോക്കാം. അതായത് ഒരു തൂണുപോലെ ഒരിളക്കവുമില്ലാതെ പരിപൂർണനായ ഭഗവാനെ, അങ്ങ് അതിരുകളില്ലാത്ത ആനന്ദത്തിൻ്റെ സ്വരൂപമാണ്. അങ്ങയുടെ സ്വരൂപം ശുദ്ധസത്വം നിറഞ്ഞതും അമൃതമയവുമാണ്. ഇങ്ങനെയുള്ള അങ്ങ് പരിശുദ്ധമായ പരബ്രഹ്മം തന്നെയാണ്. ആ ബ്രഹ്മത്തെ ഒരു സമുദ്രമായി സങ്കല്പിച്ചാൽ, ആ ബ്രഹ്മം അതായത് ആ ഭഗവാനെ ഒരു സമുദ്രമായി സങ്കല്പിച്ചാൽ അതിലെ തിരയടിക്ക് തുല്യമാണ് സത്വഗുണം. സമുദ്രത്തിൽ തിരയടിക്കും അല്ലേ, അതാണ് സത്വഗുണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. മുക്തരായ അനേകം ജനങ്ങളും അനേകം വേദവാക്യങ്ങളും അങ്ങയിൽ ലയിച്ചു ചേർന്നിട്ടുണ്ട്. ഹേ ഗുരുവായൂരപ്പ, ഇപ്രകാരമുള്ള അങ്ങ് ശുദ്ധ സത്വസ്വരൂപനും നിഷ്കളനുമാണ്. സകളൻ എന്ന് പറയുന്നത് അങ്ങയുടെ അവതാര രൂപങ്ങളെ ഉദ്ദേശിച്ചതാണ്.